Hello everyone, welcome to Optodit. Today's class is about the contact lens indications. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പേഷ്യൻസിലാണ് നമ്മൾ കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് കുറച്ച് ഹെഡിങ്സിലാണ് അത് പറയുക. ഫസ്റ്റ് വൺ ഓപ്റ്റിക്കൽ ഇൻഡിക്കേഷൻസ്, നെക്സ്റ്റ് തെറാപ്യൂട്ടിക്, നെക്സ്റ്റ് പ്രിവെൻറ്റീവ്, നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക്, നെക്സ്റ്റ് ഓപ്പറേറ്റീവ്, നെക്സ്റ്റ് സ്പെഷ്യൽ കോസ്മെറ്റിക് ഇൻഡിക്കേഷൻസ്, നെക്സ്റ്റ് ഓക്കുപേഷണൽ ഇൻഡിക്കേഷൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഓപ്റ്റിക്കൽ ഇൻഡിക്കേഷൻസ്. അതായത് ഓപ്റ്റിക്കലി നമ്മൾ കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക ഒരു പേഷ്യൻ്റ് ഇപ്പോൾ റിഫ്രാക്റ്റീവ് എറർ ഉള്ളവർക്കാണ്. ഓക്കെ, റിഫ്രാക്റ്റീവ് എററുകൾക്ക് ഫസ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക സ്പെക്ടക്കിൾസ് ആണ്. ദ പേഷ്യൻ്റ് ഈസ് ഡിസ്കംഫർട്ട് വിത്ത് സ്പെക്ടക്കിൾസ് ആണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ. അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിന് എന്തായാലും കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ പറയണം നിർബന്ധമാണ് കോൺടാക്ട് ലെൻസ് വെച്ചാൽ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ എന്ന് നമുക്ക് കണ്ടീഷൻസിലാണ്. അതാണ് അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനൈസോമെട്രോപ്പിയ. അനൈസോമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ വെൻ ദി ടോട്ടൽ റിഫ്രാക്ഷൻ ഓഫ് ടു ഐസ് ഈസ് അൺഈക്വൽ ദ കണ്ടീഷൻ ഈസ് കോൾഡ് അനൈസോമെട്രോപ്പിയ. അതായത് രണ്ട് കണ്ണിലുള്ള റിഫ്രാക്ഷൻ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? അനൈസോമെട്രോപ്പിയ എന്ന് പറയും. അതായത് സ്മോളർ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മോർ ദാൻ 4 ഡയോപ്റ്റർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഇപ്പോൾ സ്പെക്ടക്കിൾസ് വെയർ ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ രണ്ടിൻ്റെയും ലെൻസിൽ വെയിറ്റിൽ തന്നെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അത് കാണുന്നവർക്കും വെയർ ചെയ്യുന്നവർക്കും ഡിസ്കംഫർട്ട് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും? കോൺടാക്ട് ലെൻസ് സജസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിലാറ്ററൽ അഫാക്കിയ. അഫാക്കിയ എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ലെൻസ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻസിൽ ഒരു പേഷ്യൻറ്റിന് ഒരു കണ്ണിൽ മാത്രം അഫാക്കിയ ആണെങ്കിൽ നമ്മൾ അവർക്ക് സ്പെക്സ് എന്തായാലും പ്രൊവൈഡ് ചെയ്യത്തില്ല. അവർക്ക് നമ്മൾ അബ്സല്യൂട്ടായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കോൺടാക്ട് ലെൻസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈ മയോപ്പിയ. മയോപ്പിയ നല്ല കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് സൈറ്റഡ്നെസ്. ഓക്കെ, നല്ല കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് കെറട്ടോഗോണസ് ഉള്ളവർക്ക് തിന്നിങ് ഓഫ് ദി കോർണിയ. നെക്സ്റ്റ് ഓൾസോ ഇറഗുലർ ആസ്റ്റിഗ്മാറ്റിസം ഓൾസോ നമ്മൾ എന്ത് ചെയ്യും? കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെക്സ് വെച്ചവരിൽ ആണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. സ്പെക്സ് വെക്കുന്നവരും കോൺടാക്ട് ലെൻസ് വെക്കുന്നവരും കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതായത് കോൺടാക്ട് ലെൻസ് ഓവർ സ്പെക്ടക്കിൾസ്, അഡ്വാൻറ്റേജസ് ഓഫ് കോൺടാക്ട് ലെൻസ് ഓവർ സ്പെക്ടക്കിൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇറഗുലർ കോർണിയൽ ആസ്റ്റിഗ്മാറ്റിസം വിച്ച് ഈസ് നോട്ട് പോസിബിൾ ടു കറക്റ്റ് വിത്ത് ഗ്ലാസസ് ക്യാൻ ബി കറക്റ്റഡ് വിത്ത് കോൺടാക്ട് ലെൻസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോൺടാക്ട് ലെൻസ് പ്രൊവൈഡ് നോർമൽ ഫീൽഡ് ഓഫ് വിഷൻ. അത് നമുക്കറിയാം. കോൺടാക്ട് ലെൻസ് നമ്മൾ കണ്ണിൽ വെക്കുന്നതുകൊണ്ട് നമ്മളെ കണ്ണ് മൂവ് ചെയ്യുമ്പോഴും കോൺടാക്ട് ലെൻസ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഉള്ള ഫീൽഡ് ഓഫ് വിഷൻ ആയിരിക്കും കിട്ടുക. പക്ഷേ നമ്മൾ സ്പെക്സ് വെക്കുമ്പോൾ അങ്ങനെയല്ല, അത് സ്റ്റിൽ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണ് തിരിക്കുമ്പോൾ ആ ഫീൽഡ് ഓഫ് വിഷൻ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, കോൺടാക്ട് ലെൻസ് ആണെങ്കിൽ പ്രൊവൈഡ് നോർമൽ ഫീൽഡ് ഓഫ് വിഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പെക്സ് വെക്കുമ്പോൾ നമുക്ക് കുറേ അബ്രേഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെ, അബ്രേഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് പെരിഫറൽ അബ്രേഷൻസ് ഉണ്ട്, പ്രിസ്മാറ്റിക് ഡിസ്റ്റോർഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കോൺടാക്ട് ലെൻസിലോട്ട് മാറുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബൈനോക്കുലർ വിഷൻ ക്യാൻ ബി റീറ്റെയിൻഡ് ഇൻ ഹൈ അനൈസോമെട്രോപ്പിയ. അനൈസോമെട്രോപ്പിയ നല്ല കൂടുതലാണെങ്കിൽ നമുക്ക് പവർ ഡിഫറൻസ് വരിക. അത് നല്ല കൂടുതലാണെങ്കിൽ ബൈനോക്കുലർ വിഷൻ നമുക്ക് കോൺടാക്ട് ലെൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുമ്പോൾ റെയിൻ, ഫോഗിങ് ഡു നോട്ട് കണ്ടൻസ് അപ്പോൺ ദി കോൺടാക്ട് ലെൻസ് ആസ് ദേ ഡു ഓൺ സ്പെക്ടക്കിൾസ്. ഓക്കെ, അതായത് നമ്മൾ സ്പെക്ടക്കിൾസ് വെക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഫോഗ് ചെയ്യും, ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ട്. പക്ഷേ അത്രത്തോളം കോൺടാക്ട് ലെൻസ് വെക്കുമ്പോൾ അത്രത്തോളം വരാറില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുമ്പോൾ മോർ കംഫർട്ടബിൾ, ഇത് ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ളവർക്ക് മോർ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ ഏതാണ്? കോൺടാക്ട് ലെൻസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തെറാപ്യൂട്ടിക് ഇൻഡിക്കേഷൻസ് ആണ്. അതായത് ഏതൊക്കെ കണ്ടീഷൻസിൽ ഡിസീസസിലാണ് നമ്മൾ കോൺടാക്ട് ലെൻസസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ കോർണിയൽ ഡിസീസസ്. എക്സാമ്പിൾ നോൺ ഹീലിംഗ് കോർണിയൽ അൾസർ, ബുള്ളസ് കെറട്ടോപ്പതി, ഫിലമെന്ററി കെറട്ടൈറ്റ്സ് ആൻഡ് റിക്കറന്റ് കോർണിയൽ എറോഷൻ സിൻഡ്രോം. നെക്സ്റ്റ് ഇസ് ഡിസീസസ് ഓഫ് ഐറിസ് സജസ് അനിറിഡിയ, കോളബോമ, ആൽബിനിസം, ടു അവോയ്ഡ് ഗ്ലെയർ. അതായത് നമുക്ക് ഐറിസ് കണ്ടീഷൻസിൽ നമുക്ക് ഇപ്പോൾ ഐറിസിൽ നമുക്ക് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഫെർദർ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒക്കെ നമ്മൾ ഏതൊക്കെ ടൈപ്സ് ആണ്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് കൊടുക്കുകയെന്ന് കോൺടാക്ട് ലെൻസസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പം ഗ്ലോക്കോമയിൽ നമ്മൾ വെഹിക്കിൾ ഫോർ ഡ്രഗ് ഡെലിവറി. അതായത് പേഷ്യൻസിന് ഡ്രഗ് ഡെലിവറി ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺടാക്ട് ലെൻസിൻ്റെ ഡ്രഗിൽ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഒരു പേഷ്യൻസിന് നമ്മൾ അതെടുത്ത് കോൺടാക്ട് ലെൻസ് കണ്ണിൽ വെക്കുക. അപ്പം അതുവഴി അവർക്ക് എന്തെങ്കിലും കണ്ണിലോട്ട് ആ മെഡിസിൻസ് പോകും. പിന്നെ നമ്മൾ ആംബ്ലിയോപ്പിയ കണ്ടീഷൻ. ആംബ്ലിയോപ്പിയ എന്ന് പറയുമ്പോൾ ലേസി ആയി എന്നാണ് പറയുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് റൈറ്റ് ടൈൽ 6/6 ഉണ്ട്, ലെഫ്റ്റ് ടൈൽ 6/36 ഉള്ളൂ. അപ്പോൾ പേഷ്യൻറ്റ് എന്ത് ചെയ്യും? ഈ റൈറ്റ് മോർ വിഷനുള്ള റൈറ്റ് ഐ യൂസ് ചെയ്യും, ഒരുപാട് യൂസ് ചെയ്യും. അങ്ങനെ ആ പേഷ്യൻറ്റിൻ്റെ ലെഫ്റ്റ് ടൈലുള്ള പവർ എന്ത് ചെയ്യും? ലൂസ് ആയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ അത് ലേസി ആംബ്ലിയോപ്പിയ കണ്ടീഷൻസിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തെറാപ്പീസ് കൊടുക്കും, നമ്മൾ ഒക്ലൂഷൻ തെറാപ്പി കൊടുക്കും. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ പാച്ചസ് ബാൻഡേജസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ ചില പേഷ്യൻസിന് അത് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും, കാരണം ഈ പാച്ചൊക്കെ കണ്ണിൽ വെക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കും, കോൺടാക്ട് ലെൻസസ് കൊടുക്കും, അതായത് ഒപ്പേക്കായിട്ടുള്ള കോൺടാക്ട് ലെൻസസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബാൻഡേജ് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ്. നമ്മൾ ബാൻഡേജ് കോൺടാക്ട് ലെൻസസ് എന്നാണ് പറയാം, കോർണിയൽ ഡിസീസിന് നമ്മൾ കൊടുക്കുന്നത്. അതിന് കെരട്ടോപ്ലാസ്റ്റി, മൈക്രോകോണിയൽ പെർഫറേഷൻസ്, അതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, ബാൻഡേജ് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രിവെൻറ്റീവ് ഇൻഡിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഏതൊക്കെ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടാക്ട് ലെൻസ് കൊടുക്കുക. അതായത് നമുക്കറിയാം സിംപ്ലിഫ്രോൺ എന്ന് പറയുമ്പോൾ എന്താ, അഡ്ഹീഷൻ, അതായത് പാൽപ്പുബിളും ബാൽബാർ കൺജങ്ക്റ്റിവിലും അഡ്ഹർ ചെയ്തിരിക്കുക, രണ്ടും കൂടെ ഒട്ടിയിരിക്കുക, ആ കണ്ടീഷനാണ് നമ്മൾ സിംപ്ലിഫ്രോൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ബേൺസ് ഒക്കെ വരുമ്പോൾ, കെമിക്കൽ ബേൺസ് ഒക്കെ വരുമ്പോൾ അത് രണ്ടും കൂടെ ഒട്ടിയിരിക്കും. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺടാക്ട് ലെൻസസ് പ്രൊവൈഡ് ചെയ്യുമ്പം ആ ഒരു അഡ്ഹറൻസ് കുറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പോഷർ കാരക്ടറിസ്റ്റിക്സ്. നമ്മൾ എക്സ്പോഷർ ലാഗ് ഓഫ് താൽമോസ്, കണ്ണടയ്ക്കാൻ പറ്റാത്ത കണ്ടീഷൻസിൽ കണ്ണ് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലോട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബ്ലിങ്കിങ് ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കോർണിയയിലൊക്കെ ഇൻഫെക്ഷനായിട്ട് എക്സ്പോഷർ കാരക്ടറിറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ട്രക്കിയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, മിസ്ഡയറക്റ്റഡ് സീലിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രക്കിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസിന് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, കോൺടാക്ട് ലെൻസസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുക. ഗോണിയോസ്കോപ്പി നമുക്കറിയാം, നമ്മൾ ആംഗിൾ ഓഫ് ആൻറ്റീരിയർ ചേമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോണിയോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഗോണിയോസ്കോപ്പിയിൽ എങ്ങനെയാണ് കോൺടാക്ട് ലെൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരിക എന്ന് വെച്ചാൽ, നമ്മൾ മോഡേൺ ഗോണിയോസ്കോപ്പിയിൽ നമ്മൾ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൽ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട് നമ്മൾ കോർണിയയുടെ ആ ഭാഗത്തു നിന്ന്. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യുക. പിന്നെ ERG ഇലക്ട്രോലിഗ്നോഗ്രാമിൽ നമ്മൾ കോൺടാക്ട് ലെൻസ് ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫണ്ടസ് എക്സാം ചെയ്യുക, അതായത് ഇറഗുലർ കോർണിയൽ അസ്റ്റിഗ്മാറ്റിസം ഫണ്ടസ് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ കോൺട്രാസ്റ്റും ഷാർപ്നെസ് ഓഫ് ബ്ലഡ് വെസൽസും നമുക്ക് ഈ ഒരു കോൺടാക്ട് ലെൻസ് വെച്ച ശേഷം നമുക്ക് എന്തെങ്കിലും കൂട്ടാൻ പറ്റും, സിഗ്നിഫിക്കൻ്റ്ലി നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഗോൾഡ്മാൻ ട്രീമിറൽ നമുക്ക് എക്സാമിനേഷൻ, അതായത് നമ്മൾ ഗോണിയോസ്കോപ്പിയിൽ വരുന്ന ഒരു പ്രൊസീജിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റീവ് ഇൻഡിക്കേഷൻസ്. അപ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻസിലാണ് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുക, അതായത് നമ്മൾ ഗോണിയോട്ടോമി ഓപ്പറേഷൻസ്, കൺജന്റൽ ഗ്ലോക്കോമിക്കുള്ള ഗോണിയോട്ടോമി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ വിട്രെക്ടമി യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എൻഡോക്കുലർ ഫോട്ടോകോയാഗുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ കോസ്മെറ്റിക് ഇൻഡിക്കേഷൻസ്, നമ്മളിപ്പം കോർണിയൽ സ്കാർസ് ഒക്കെ ആണെങ്കിൽ, കോർണിയൽ സ്കാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് കളർ ടൈപ്പ് കോൺടാക്ട് ലെൻസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റേ ഐറിസിൻ്റെ ടൈപ്പിലും വരിക. നമ്മൾ ഫർദർ സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഫർദർ ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ടോസിസ് നമുക്കറിയാം, ഡ്രൂപ്പിംഗ് ഓഫ് അപ്പർ ഐലിഡിനാണ് ടോസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അതിൽ ആ ഒരു കണ്ടീഷൻസിൽ നമുക്ക് എന്ത് കൊടുക്കാം, കോൺടാക്ട് ലെൻസസ് കൊടുക്കാം. നമ്മൾ ടോസിസിലും കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ ഹാപ്റ്റിക് കോൺടാക്ട് ലെൻസസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്മെറ്റിക് സ്ക്ലീറൽ ലെൻസസ് ഇൻ തൈസിസ് ബൾബേ നമുക്കറിയാം, ഷ്രങ്കൻ ആയിട്ടുള്ള നോൺ ഫങ്ഷണൽ ലൈനെയാണ് നമ്മൾ തൈസിസ് ബൾബേ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് സ്ക്ലീറൽ ലെൻസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒക്കുപ്പേഷണൽ ഇൻഡിക്കേഷൻസ് ആണ്, അതായത് ഒക്കുപ്പേഷൻ ബേസ്ഡ് ആർക്കൊക്കെയാണ് നമ്മൾ കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ളവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്പോർട്സ്മാൻ, നെക്സ്റ്റ് പൈലറ്റ്സ്, ആക്ടേഴ്സ്, ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ഓപ്റ്റിക്കൽ ഇൻഡിക്കേഷൻ, നെക്സ്റ്റ് ഈസ് therapeutic, preventive, diagnostic, operative, special cosmetic, next occupational indications. Okay, hope you all understand. Thank you.